ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ 3-ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളന്ന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പൂർത്തിയാക്കുന്നത്. എന്തായിരുന്നു അത്? ഒരു ആൽബം പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ ആൽബം തയ്യാറാക്കി കുറിപ്പെഴുതുക. പ്രിപ്പയർ ആൻ ആൽബം റിലേറ്റഡ് ടു ദ ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 വിത്ത് എ റൈറ്റ് അപ്പ് ഓൺ ഈച്ച് ലീഡേഴ്സ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓരോ നേതാക്കന്മാരുടെയും ചിത്രവും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ചെറിയൊരു കുറിപ്പ്, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ ചാനലിൽ LP ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ ചെയ്യാമോ എന്ന് ചോദിച്ച് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് 2, 3, 4 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5, 6, 7 അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ വീഡിയോസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി ഞാൻ 3-ാം ക്ലാസ്സിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ മുതൽ 2, 3, 4 ക്ലാസ്സുകൾക്ക് കൂടി നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോസും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കസിൻസോ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ അവർക്ക് ഓരോ ദിവസത്തെയും വർക്ക്ഷീറ്റുകൾ ലഭിക്കും. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മംഗൾ പാണ്ഡെയെക്കുറിച്ചാണ്. മംഗൾ പാണ്ഡെ ആയിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഇന്ത്യൻ പട്ടാളക്കാരനായിരുന്ന മംഗൾ പാണ്ഡെ ഉത്തർപ്രദേശിലെ ഫൈസാബാദ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു പട്ടാളക്കാരനായി ജോലിക്ക് ചേർന്ന അദ്ദേഹം പിന്നീട് ശിപ്പായി ലഹള എന്നറിയപ്പെട്ട കലാപത്തിന് തുടക്കം കുറിച്ചത്. ഈ ജോലി തൻ്റെ വിജയകരമായ ഭാവിയിലേക്കുള്ള ചുവടുവയ്പായി അദ്ദേഹം കണ്ടു. അപ്പോൾ പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം. തൻ്റെ നല്ല ഭാവിയിലേക്കുള്ള ഒരു ജോലിയായിട്ടാണ് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശിപ്പായി ലഹളയ്ക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. അക്കാലത്തൊരു പുതിയ എൻഫീൽഡ് റൈഫിൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നതായും ഒരു അഭ്യൂഹം പരക്കുകയും ചെയ്തു. ഇത് പാണ്ഡെ ഉൾപ്പെടെയുള്ള പട്ടാളക്കാരെ പ്രകോപിതരാക്കി. പുതിയൊരു റൈഫിൾ കൊണ്ടുവന്നു, തോക്ക്, അതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരു അഭ്യൂഹം പരന്നു. അപ്പം അന്നത്തെ കാലത്ത് ഈ ഹിന്ദു അതുപോലെ തന്നെ മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക്, ബ്രാഹ്മിൺസിനൊക്കെ പ്രത്യേകിച്ച് പന്നിയുടെ കൊഴുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ ഉപയോഗിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തോക്ക് ഉപയോഗിക്കാൻ പട്ടാളക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നു. ഇത് പട്ടാളക്കാരെ പ്രകോപിതരാക്കി. ബ്രിട്ടീഷുകാർ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് സൈനികർ വിശ്വസിച്ചു. പാണ്ഡെ തൻ്റെ സഹപ്രവർത്തകരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുകയും 2 ഓഫീസർമാരെ വെടിവെക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കീഴടക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തു. അപ്പോൾ തൻ്റെ സഹപ്രവർത്തകരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ അദ്ദേഹം പ്രേരിപ്പിക്കുകയും 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കീഴടക്കി തൂക്കിലേറ്റി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി മരിച്ച ആദ്യത്തെ രക്തസാക്ഷി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1984 അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറക്കി. ഇതുകൂടാതെ 2005 അദ്ദേഹത്തിൻ്റെ ജീവിതം ആധാരമാക്കി ഒരു നാടകവും സിനിമയും പുറത്തിറങ്ങി. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ മംഗൾ പാണ്ഡെ വാസ് ആൻ ഇന്ത്യൻ സോൾജിയർ ഹുസ് അറ്റാക്ക് ഓൺ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വാസ് ദ ഫസ്റ്റ് മേജർ ഇൻസിഡൻറ്റ് ഓഫ് വാട്ട് കെയിം ടു ബി നോൺ ആസ് ദ സിപ്പോയി മ്യൂട്ടിനി. മംഗൾ പാണ്ഡെ ഒരു ഇന്ത്യൻ സോൾജിയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആക്രമണമാണ് സിപ്പോയി മ്യൂട്ടിനി അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നറിയപ്പെട്ടിരുന്ന കലാപത്തിൻ്റെ തുടക്കം. പാണ്ഡെ വാസ് ബോൺ ഇൻ എ ടൗൺ നിയർ ഫൈസാബാദ് ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഫൈസാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. ഹി ജോയിൻ ദ ആർമി ഓഫ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1849. 1849 അദ്ദേഹം കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ഹി വാസ് അംബീഷ്യസ് ആൻഡ് വ്യൂഡ് ഹിസ് പ്രൊഫഷൻ ആസ് എ സിപ്പോയി ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഫ്യൂച്ചർ സക്സസ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു വിജയത്തിനുള്ള ഒരു തുടക്കമായിട്ടാണ് കണ്ടത്. അറ്റ് ദാറ്റ് ടൈം എ ന്യൂ എൻഫീൽഡ് റൈഫിൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഇന്ത്യ ദാറ്റ് റിക്വയർഡ് എ സോൾജിയർ ടു ബൈറ്റ് ഓഫ് ദ എൻഡ്സ് ഓഫ് ഗ്രീസ്ഡ് കാട്രിഡ്ജസ് ഇൻ ഓർഡർ ടു ലോഡ് ദ വെപ്പൺ. അക്കാലത്ത് പുതിയൊരു തരം തോക്ക്
ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ തിരകളിൽ കടിച്ചുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട ഒരു യൂസ് ഉണ്ടായിരുന്നു. എ റൂമർ സ്പ്രെഡ് ദാറ്റ് ദ ലൂബ്രിക്കൻറ്റ് യൂസ്ഡ് വാസ് എയ്തർ കൗ ഓർ പിഗ് ലാഡ് വിച്ച് വാസ് റിബഗ്നൻറ്റ് ടു ഹിന്ദുസ് ഓർ മുസ്ലിംസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അതിലുപയോഗിച്ചിരുന്ന പശുവിൻ്റെ അല്ലെങ്കിൽ പന്നിയുടെ നെയ്യ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എന്തായിരുന്നു, ഉപയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ദ ബിലീഫ് എറോസ് എമംഗ് ദ സിപ്പോയീസ് ദാറ്റ് ദ ബ്രിട്ടീഷ് ഹാഡ് ഡെലിബറേറ്റ്ലി യൂസ്ഡ് ദ ലാഡ് ഓൺ ദ കാട്രേജസ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് മനഃപൂർവ്വം ഉപയോഗിച്ചതാണെന്ന് പട്ടാളക്കാർക്കിടയിലൊരു അഭ്യൂഹം വന്നു. പാണ്ഡെ അറ്റംപ്റ്റഡ് ടു ഇൻസൈറ്റ് ഹിസ് ഫെലോ സിപ്പോയീസ് ടു റൈസ് അപ്പ് അഗെയിൻസ്റ്റ് ദെയർ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, അറ്റാക്ഡ് 2 of those officers, attempted to shoot himself after having been restrained and eventually was overpowered and arrested. പാണ്ഡെ എന്താ ചെയ്തത്? കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് പ്രേരിപ്പിച്ചു. പക്ഷേ അദ്ദേഹം 2 പേരെ വെടിവെച്ചെങ്കിലും അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കീഴടക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തു. Pandey was soon tried and sentenced to death in India. Pandey has been remembered as a freedom fighter against British rule. A commemorative postage stamp with his image on it was issued by the Indian government in 1984. 1984 അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്റ്റാമ്പ് ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറക്കി. ഇൻ അഡീഷൻ എ മൂവി ആൻഡ് എ സ്റ്റേജ് പ്ലേ ദാറ്റ് ഡെപിക്റ്റഡ് ഹിസ് ലൈഫ് ബോത്ത് അപ്പിയർഡ് ഇൻ 2005. അതുകൂടാതെ ഒരു സിനിമയും ഒരു നാടകവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആധാരമാക്കി 2005 പുറത്തിറങ്ങി. ഓക്കെ, ഇനി അടുത്തയാൾ നാനാ സാഹിബാണ്. ആരായിരുന്നു നാനാ സാഹിബ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറാഠ വംശത്തിലെ ഒരു പ്രഭുവും 1857 ലഹളയുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട കാൺപൂർ കലാപത്തിലെ നേതാവുമായിരുന്നു നാനാ സാഹിബ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കാൺപൂരിൽ കലാപത്തെ നയിച്ചതാരായിരുന്നു? നാനാ സാഹിബായിരുന്നു. പേഷ്വാബാജി റാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. പേഷ്വാബാജി റാവുവിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അനുവദിച്ചിരുന്ന പെൻഷൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം പുത്രനായ നാനാ സാഹിബിന് നൽകാൻ കമ്പനി വിസമ്മതിച്ചു. നാനാ സാഹിബ് പേഷ്വാബാജി റാവുവിൻ്റെ ദത്തുപുത്രനാണെന്ന കാരണം പറഞ്ഞാണ് കമ്പനി പെൻഷൻ നൽകാൻ തയ്യാറാകാതിരുന്നത്. അപ്പോൾ അദ്ദേഹം പേഷ്വാബാജി റാവുവിൻ്റെ ദത്തുപുത്രനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം, അതായത് ഈ പേഷ്വാബാജി റാവുവിൻ്റെ മരണശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിന് നൽകിയിരുന്ന പെൻഷൻ നാനാ സാഹിബിന് കൊടുക്കാൻ തയ്യാറായില്ല. ഇംഗ്ലീഷുകാർ നടപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ നാനാ സാഹിബിന് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഹിന്ദു മതത്തിൻ്റെ മൂല്യങ്ങളിലും ലക്ഷ്യങ്ങളിലും അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു നാനാ സാഹിബ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇംഗ്ലീഷ് പട്ടാളത്തെ സഹായിക്കാൻ നാനാ സാഹിബിൻ്റെ സൈന്യത്തെയും അയക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവശ്യപ്പെട്ടു. എന്നാൽ കലാപകാരികളായ വിമതരുടെ കൂടെ ചേർന്ന് അവരുടെ സൈന്യത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ നാനാ സാഹിബ് നിർബന്ധിതനാവുകയായിരുന്നു. 1857 ജൂലൈ 16 യുദ്ധരംഗത്ത് നിന്നും അപ്രത്യക്ഷനായ നാനാ സാഹിബിനെ കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അപ്പം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാറ്റങ്ങളൊന്നും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പിന്നെ എന്താ സംഭവിച്ചത്? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തോട് ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ കൂടെ കൂടാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം വിമതരുടെ കൂടെയാണ് കൂടിയത്. അങ്ങനെ ഇരിക്കെ 1857 ജൂലൈ 16 യുദ്ധരംഗത്ത് നിന്നും അദ്ദേഹം അപ്രത്യക്ഷനായി. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചിട്ടില്ല. Nana Sahib was an Indian Peshwa of the Maratha Empire, aristocrat and fighter who led the rebellion in Kanpur during the 1857 uprising. As the adopted son of the exiled Maratha Peshwa Baji Rao II, Nana Sahib believed that he was entitled to a pension from the East India Company, but the underlying contractual issues are rather murky. അപ്പം ഇത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 1857 കാൺപൂരിലെ ആ ഒരു കലാപം നയിച്ചത് നാനാ സാഹിബായിരുന്നു. പേഷ്വാബാജി റാവു സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ മകനായത് ദത്തുപുത്രനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പെൻഷൻ നാനാ സാഹിബിന് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ലഭിച്ചില്ല. The company's refusal to continue the pension after his father's death, as well as what he perceived as high-handed policies, compelled him to revolt and seek independence from company rule in India.
അതായത് പെൻഷൻ നിരസിച്ചതും അതുപോലെ തന്നെ കമ്പനി കൊണ്ടുവന്ന ചില പോളിസികളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കമ്പനിക്കെതിരെ തിരിയാൻ അദ്ദേഹം തീരുമാനിച്ചു. He forced the British garrison in Kanpur to surrender, then executed the survivors, gained control of Kanpur for a few days. He later disappeared after his forces were defeated by a British force that recaptured Kanpur. He went to the Nepal Hills in 1859 where he is thought to have died. അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം യുദ്ധരംഗത്ത് നിന്നും അപ്രത്യക്ഷനായി. 1859 അദ്ദേഹം നേപ്പാളിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മരിച്ചിട്ടുണ്ടാകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തത് താന്തിയോ തോപ്പി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ നേതാവുമായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ് തോപ്പെ എന്ന താന്തിയോ തോപ്പി. നാനാ സാഹിബിൻ്റെ സൈന്യാധിപനും സുഹൃത്തും കൂടിയായിരുന്നു താന്തിയോ തോപ്പി. കാൺപൂരിലെ പരാജയത്തിന് ശേഷം നാനാ സാഹിബ് ബിദൂറിലേക്ക് പലായനം ചെയ്ത ശേഷം കാൺപൂർ തിരിച്ചു പിടിക്കാൻ താന്തിയോ തോപ്പിയുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തുകയും ഭാഗികമായി അതിൽ വിജയിക്കുകയും ചെയ്തു. അവിടെ നിന്നും പിന്മാറിയ തോപ്പി പിന്നീട് ജനറൽ വിൽഹാമിനെ എതിർക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു. ഗ്വാളിയോർ യുദ്ധത്തിൽ ഝാൻസി റാണിയുടെ സഹായത്തിനായി എത്തിച്ചേർന്നതും തോപ്പി ആയിരുന്നു. അപ്പോൾ അദ്ദേഹവും കാൺപൂരിലെ സമരത്തിൽ പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് സഹായിച്ച ഒരാളായിരുന്നു നാനാ സാഹിബിനെ. നാനാ സാഹിബ് പരാജയപ്പെട്ടതിന് ശേഷം കാൺപൂർ പിടിച്ചെടുക്കാൻ അദ്ദേഹം ഒരു ശ്രമമൊക്കെ നടത്തി. അതിൽ ഭാഗികമായി വിജയിച്ചു. പിന്നീട് അവിടെ നിന്നും പിന്മാറി അദ്ദേഹം ജനറൽ വിൽഹാമിനെ എതിർക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ഝാൻസി റാണിയെ സഹായിക്കാനായിട്ട് ഗ്വാളിയർ യുദ്ധത്തിലും അദ്ദേഹം എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. 1859 ഏപ്രിൽ 7 തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന മാൻ സിംഗിനാൽ ചതിക്കപ്പെട്ടപ്പോൾ തോപ്പയ്ക്ക് ജനറൽ നേപ്പിയറുടെ ബ്രിട്ടീഷ് പടയ്ക്ക് മുൻപിൽ തോൽക്കേണ്ടി വന്നു. തുടർന്ന് അദ്ദേഹത്തെ 1859 ഏപ്രിൽ 18 ശിവപുരിയിൽ വെച്ച് തൂക്കിക്കൊല്ലുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തന്നെ അദ്ദേഹത്തെ ചതിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു, കീഴടങ്ങി അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. രാമചന്ദ്ര പാണ്ഡുരംഗ് തോപ്പെ വാസ് ആൻ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ ആൻഡ് ലീഡർ ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ 1857. താന്തിയോ തോപ്പി വാസ് ഓൾസോ ദ ജനറൽ ആൻഡ് ഫ്രണ്ട് ഓഫ് നാനാ സാഹിബ്. After the defeat at Kanpur and the flight of Nana Sahib to Bittur, an attempt was made under the leadership of Tandiyo Topi to retake Kanpur and was partially successful in it. അതായത് കാൺപൂരിൽ നിന്നും നാനാ സാഹിബ് പോയതിനു ശേഷം കാൺപൂർ പിടിച്ചെടുക്കാനായിട്ടൊരു ശ്രമം ഇദ്ദേഹം നടത്തുകയും അതിൽ ഭാഗികമായി വിജയിക്കുകയും ചെയ്തു. തോപ്പി വിഡ്രോ ഫ്രം ദർ ആൻഡ് ലേറ്റർ ഒപ്പോസ്ഡ് ആൻഡ് ഡിഫീറ്റഡ് ജനറൽ വിൽഹം. പിന്നീട് ജനറൽ വിൽഹമിനെ അദ്ദേഹം പരാജയപ്പെടുത്തി. തോപ്പി ഓൾസോ കെയിം ടു ദ എയ്ഡ് ഓഫ് ദ ക്യൂൻ ഓഫ് ഝാൻസി ഇൻ ദ ബാറ്റിൽ ഓഫ് ഗ്വാളിയർ. ബാറ്റിൽ ഓഫ് ഗ്വാളിയറിൽ ഝാൻസി റാണിയെ സഹായിക്കാനും അദ്ദേഹം എത്തിച്ചേർന്നു. On 7 April 1859, Topi was defeated by General Napier's British army when he was betrayed by his sincere friend Mansingh. He was hanged on 18 April 1859 at Shivapuri. പിന്നീട് 1859 ഏപ്രിൽ 7 അദ്ദേഹം ജനറൽ നേപ്പിയറിൻ്റെ ബ്രിട്ടീഷ് ആർമി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും പിന്നെ എന്താ സംഭവിച്ചത്? 1859 ഏപ്രിൽ 18 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അടുത്തതാണ് ഝാൻസി റാണി. ഇപ്പം നമ്മൾ കേട്ടു അല്ലേ ഝാൻസി റാണി ആരായിരുന്നു എന്ന്. മറാഠ ഭരണത്തിന് കീഴിലായിരുന്ന ഝാൻസിയിലെ രാജ്ഞിയായിരുന്നു ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി. അവരുടെ യഥാർത്ഥ പേര് റാണി ലക്ഷ്മിബായി എന്നാണ്. ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവാണ് അവരെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അവർ പിന്നീട് ഝാൻസി റാണി എന്നാണ് അറിയപ്പെട്ടത്. 1857 ശിപായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഇന്ത്യയുടെ ജോൻ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ധീരവനിത. ബ്രാഹ്മണ സ്ത്രീകൾ ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം ഭൗതിക ജീവിതം ഉപേക്ഷിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവർ രാജ്യഭരണം ഏറ്റെടുത്തത് പുരോഗമനപരമായ ഒരു നിലപാടായി കരുതപ്പെടുന്നു. അപ്പം ഝാൻസിയിലേക്കാണ് അവരെ വിവാഹം കഴിച്ചത്. ഝാൻസിയിലെ രാജാവാണ് അവരെ വിവാഹം കഴിച്ചത്. അവരെ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചു. അത് കഴിയുമ്പോൾ അവരുടെ ഭർത്താവ് മരിക്കുന്നു. സാധാരണഗതിയിൽ ബ്രാഹ്മണ സ്ത്രീകൾ ഭർത്താവിൻ്റെ മരണശേഷം ഒരു സന്യാസ ജീവിതം നയിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇവർ തൻ്റെ 21ാമത്തെ വയസ്സിൽ അധികാരത്തിൽ വരികയും ആ രാജ്യം ഭരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ധീര വനിതയായിരുന്നു അവർ. ഗ്വാളിയോറിലെ 2 കലാലയങ്ങൾക്ക് റാണിയോടുള്ള ആദരപൂർവ്വം അവരുടെ പേരാണ് ഇട്ടിരിക്കുന്നത്.
മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ്, ലക്ഷ്മിബായി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയാണ് ആ സ്ഥാപനങ്ങൾ. 1957 ഝാൻസി കലാപത്തിൻ്റെ ശതവാർഷിക ആഘോഷവേളയിൽ റാണിയുടെ ചിത്രം പതിപ്പിച്ച 2 തപാൽ സ്റ്റാമ്പുകൾ ഭാരത സർക്കാർ പുറത്തിറക്കുകയുണ്ടായി. ഭാരതസേനയിലെ സ്ത്രീകളുടെ ഒരു വിഭാഗത്തിൻ്റെ പേര് ഝാൻസി റാണി റെജിമെൻറ്റ് എന്നാണ്. ഓക്കെ, ഇത് ഇന്ത്യൻ ഗവൺമെൻറ് എങ്ങനെയാണ് ഝാൻസി റാണിയെ ആദരിച്ചത് എന്ന കാര്യം പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ക്യൂൻ ലക്ഷ്മിഭായ്, popularly known as the Queen of Jhansi, was one of the leaders in the 1857 Sepoy Mutiny against the British. This brave woman is known as the Joan of Arc of India. It is considered a progressive position that Brahmin women took over the rule of the country at a time when they had given up material life after the death of their husbands. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്യൂൻ ലക്ഷ്മിബായി അവർ പിന്നെ അറിയപ്പെട്ടത് ക്യൂൻ ഓഫ് ഝാൻസി എന്നാണ്. 1857 ലഹളയിൽ അവർ പങ്കെടുത്തു. അവരറിയപ്പെട്ടിരുന്നത് ജോൺ ഓഫ് ആർക്ക് ഓഫ് ഇന്ത്യ എന്നാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണ സ്ത്രീകൾ സാധാരണഗതിയിൽ ഭർത്താക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ നയിച്ചിരുന്ന ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ മുന്നോട്ട് വന്നു മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി. 2 colleges in ഗ്വാളിയോർ ആർ നെയ്മഡ് ആഫ്റ്റർ ദ ക്യൂൻ. രാജ്ഞിയുടെ പേരിലാണ് ഗ്വാളിയോറിലെ 2 കോളേജുകൾ പേര് കൊടുത്തിരിക്കുന്നത്. ദോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ് ആൻഡ് ലക്ഷ്മിബായി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇൻ 1957 the government of India issued 2 postage stamps depicting the Queen on the occasion of the centenary of the Jhansi riots. The Jhansi Rani regiment is a group of women in the Indian Army. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ബീഗം ഹസ്രത്ത് മഹൽ. അവധയിലെ അവസാനത്തെ നവാബായിരുന്ന വാജിദ് അലി ഷായുടെ ആദ്യ ഭാര്യയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. സൗന്ദര്യത്തിനും ധൈര്യത്തിനും ഒരേപോലെ പേരുകേട്ട ഇവർ 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടുകയുണ്ടായി. ഇവരിപ്പോൾ ഝാൻസി റാണിയെ പോലെ തന്നെ 1857 കലാപത്തിൽ പങ്കെടുത്ത ഒരു നേതാവായിരുന്നു. ബ്രിട്ടീഷുകാർ വാജിദ് അലിയെ നാട് കടത്തിയതിനെ തുടർന്ന് അധികാരം ഏറ്റെടുത്ത ഹസ്രത്ത് മഹൽ അവധിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചേർക്കുന്ന ശ്രമങ്ങൾക്കെതിരെ പോരാടി. അപ്പോൾ അവധ് എന്ന് പറയുന്ന സ്ഥലത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചേർക്കാൻ ഒരു ശ്രമമുണ്ടായിരുന്നു. അതിനെതിരെ അവർ പോരാടി. നാനാ സാഹിബുമായും ഫൈസാബാദിലെ മൗലവിയുമായും ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. രാജ്യഭ്രഷ്ടയാക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ മകനായ ബിർജിസിനെ അവധിൻ്റെ ഭരണാധികാരിയായി അവർ വാഴിച്ചുവെങ്കിലും അത് കുറച്ചു നാളെ നീണ്ടു നിന്നുള്ളൂ. പിന്നീട് നേപ്പാളിൽ അഭയം തേടിയ ഹസ്രത്ത് അവിടെ വെച്ച് 1879 മരണമടഞ്ഞു. അപ്പോൾ ഇവർ ഒരുപാട് നേതാക്കന്മാരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ മകനെ അവധിലെ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരിയാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അത് കുറച്ച് നാളെ നീണ്ടു നിന്നുള്ളൂ. പിന്നീട് നേപ്പാളിൽ വെച്ച് അവർ മരണമടയുകയാണ് ചെയ്തത്. Begum Hasrat Mahal was the first wife of Wajid Ali Shah, the last Nawab of Awadh. Known for their beauty and courage alike, they fought against the East India Company during the freedom struggle of 1857. Hasrat Mahal, who came to power after the deportation of Wajid Ali by the British, fought against attempt to merge Awadh with the East India Company. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അവധും തമ്മിൽ മർജ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഇവർ ഫൈറ്റ് ചെയ്തു. ദേ വർക്ക്ഡ് ടുഗദർ വിത്ത് നാനാ സാഹിബ് ആൻഡ് മൗലവി ഓഫ് ഫൈസാബാദ്. അവരുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തു. ബിഫോർ ഹി വാസ് എക്സൈൽ ദേ ഓർഡൈൻ ഹിസ് സൺ ബിർജിസ് ആസ് റൂളർ ഓഫ് അവധ്, ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഹസ്രത്ത് later sought refuge in Nepal, where she died in 1879. അപ്പോൾ അവരവരുടെ മകനെ ഭരണാധികാരിയാക്കാൻ ശ്രമിച്ചെങ്കിലും അത് കുറച്ച് നാളെ നിന്നുള്ളൂ. അങ്ങനെ 1879 നേപ്പാളിൽ വെച്ച് അവർ മരിച്ചു. അടുത്തത് അഹമ്മദുള്ള ഷാ. 1857 ഇന്ത്യൻ കലാപത്തിൻ്റെ നേതാവായിരുന്നു ഫൈസാബാദിലെ മൗലവി എന്നറിയപ്പെടുന്ന അഹമ്മദുള്ള ഷാ. അവധ് മേഖലയിലെ കലാപത്തിൻ്റെ വിളക്കുമാടമെന്നാണ് മൗലവി അഹമ്മദുള്ള ഷാ അറിയപ്പെട്ടിരുന്നത്. അഹമ്മദുള്ളയുടെ ധൈര്യം, വീര്യം, വ്യക്തിപരവും സംഘടനാപരവുമായ കഴിവുകൾ എന്നിവയെക്കുറിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, 1857 കലാപത്തിൽ നാനാ സാഹിബ്, ഖാൻ ബഹദൂർ ഖാൻ തുടങ്ങിയവർ അഹമ്മദുള്ളയ്ക്കൊപ്പം പോരാടി. ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും മൗലവിയെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പാവയാൻ രാജാവ് രാജാ ജഗന്നാഥ് സിംഗ് മൗലവിയെ കൊന്ന് ശിരച്ഛേദം ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്താ സംഭവിച്ചത്? 1857 അദ്ദേഹം
ആ കലാപത്തിൻ്റെ നേതാവായിരുന്നു അല്ലേ. അവധിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അവിടുത്തെ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വരെ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവസാനം അദ്ദേഹത്തിനെ പിടിച്ച് കൊന്ന് ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത്, അതായത് തലയറുത്ത് മാറ്റുകയാണ് ചെയ്തത്. അഹമ്മദുള്ള ഷാ, ഫേമസ് ആസ് മൗലവി ഓഫ് ഫൈസാബാദ്, was a leader of the Indian rebellion of 1857. Maulavi Ahmadullah Shah was known as the lighthouse of rebellion in Awadh region. British officers have made mentions about his courage, valor, personal and organizational capabilities. ഓക്കെ, ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വരെ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. In the rebellion of 1857, royalties like Nana Sahib and Gan Bahadur Khan fought alongside Ahmadullah. അഹമ്മദുള്ളയുടെ കൂടെ ആരൊക്കെയാണ്? നാനാ സാഹിബ്, അതുപോലെ തന്നെ ഖാൻ ബഹദൂർ ഖാൻ, ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ദ ബ്രിട്ടീഷ് കുഡ് നെവർ ക്യാച്ച് മൗലവി അലൈവ്. അദ്ദേഹത്തെ ജീവനോടെ പിടിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചില്ല. ഫൈനലി ദ കിങ് ഓഫ് പവയൻ രാജാ ജഗന്നാഥ് സിംഗ് കിൽഡ് മൗലവി, ബിഹെഡഡ് ആൻഡ് പ്രസൻറ്റഡ് ഹിസ് ഹെഡ് ടു ദ മജിസ്ട്രേറ്റ്. അവസാനം ഈ രാജാ ജഗന്നാഥ് സിംഗ് അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹത്തിൻ്റെ തലയറുത്ത് മാറ്റി മജിസ്ട്രേറ്റിന് സമർപ്പിക്കുകയും ചെയ്തു. ആൻഡ് കൻവർ സിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. 1857 ഇന്ത്യൻ കലാപ സമയത്തെ ഒരു നേതാവായിരുന്നു കൻവർ സിംഗ്. ജഗദീസ്പൂരിലെ പർമർ രജപുത്രരുടെ ഉജ്ജയിനിയ വംശത്തിലെ മഹാരാജ സമീന്ദർ കുടുംബത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം. 80-ാം വയസ്സിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ സൈനികർക്കെതിരെ തിരഞ്ഞെടുത്ത സായുധ സൈനികരെ അദ്ദേഹം നയിച്ചു. ബീഹാറിലെ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു അദ്ദേഹം. വീർ കൻവർ സിംഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ബീഹാറിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. 1857 ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹവും. 80-ാം വയസ്സിലാണ് അദ്ദേഹം ആ പോരാട്ടം നയിച്ചത്. കൻവർ സിംഗ്, ഓൾസോ നോൺ ആസ് ബാബു കൻവർ സിംഗ് ആൻഡ് കുവർ സിംഗ്, വാസ് എ leader during the Indian rebellion of 1857. He belonged to a Maharaja Zamindar family of the Ujjain clan of the Parmar Rajputs of Jagatpur, currently a part of Bhojpur district, Bihar, India. At the age of 80, he led a select band of armed soldiers against the troops under the command of the British East India Company. He was the chief organizer of the fight against the British in Bihar. He is popularly known as Veer Kanwar Singh. Okay. അടുത്തതായിട്ട് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്. അതാരായിരുന്നു? രാജാവായിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞു മുഗൾ രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അവസാന മുഗൾ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ രണ്ടാമൻ. അക്ബർ രണ്ടാമൻ്റെ രണ്ടാമത്തെ മകനായിരുന്നു അദ്ദേഹം. മുഗൾ സാമ്രാജ്യം നാമമാത്രമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഭരണം ദില്ലിയിൽ മാത്രമായി ഒതുങ്ങി. 1857 ഇന്ത്യൻ കലാപത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ബർമ്മയിലെ റങ്കൂണിലേക്ക് നാടുകടത്തി. നിരവധി കുറ്റങ്ങൾക്ക് അദ്ദേഹത്തെ ശിക്ഷിച്ചു. അപ്പം അദ്ദേഹം ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമയമായപ്പോഴത്തേനും മുഗൾ രാജവംശം ക്ഷയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണം ദില്ലിയിൽ മാത്രമായിട്ട് ഒതുങ്ങി. 1857 കലാപത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ബർമ്മയിലേക്ക് നാടുകടത്തി എന്നാണ് പറയുന്നത്. Bahadur Shah Zafar or Bahadur Shah II was the last Mughal emperor. He was the second son of Akbar II. He was a nominal emperor as the Mughal empire existed in name only, and his authority was limited only to the walled city of Old Delhi. Following his involvement in the Indian rebellion of 1857, the British exiled him to Rangoon in British-controlled Burma after convicting him on several charges. അപ്പം അദ്ദേഹം ആരുടെ മകനായിരുന്നു? അക്ബർ രണ്ടാമൻ്റെ രണ്ടാമത്തെ മകനായിരുന്നു. അദ്ദേഹമാണ് മുഗൾ രാജവംശത്തിലെ അവസാനത്തെ രാജാവ്. അദ്ദേഹത്തിന് വലിയ ഭരണപരമായിട്ട് കുറച്ച് ഭാഗങ്ങൾ അല്ലെ ഡൽഹിയിൽ ഒതുങ്ങി നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. കാരണം മുഗൾ സാമ്രാജ്യം അന്ന് ക്ഷയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1857 കലാപത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ബർമ്മയിലേക്ക് നാടുകടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നേതാക്കന്മാരുടെ വിവരങ്ങളാണ് നമുക്ക് ഡയറി കുറിപ്പായിട്ട്. അപ്പോൾ ഇത്രയും നേതാക്കന്മാരുടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആൽബത്തിൽ തയ്യാറാക്കേണ്ടിയിരുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം തയ്യാറാക്കുക. ഇത് നിങ്ങൾ വിശദമായിട്ട് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഒരു ആൽബം തയ്യാറാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരെക്കുറിച്ചും അവരുടെ പേരുകളും അവർ ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.